ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ബിന്ദു. പ്രധാന വാർത്തകൾ. തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളുടെ സത്യപ്രതിജ്ഞ നാളെ നടക്കും. ചടങ്ങ് കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ചാകണമെന്ന് നിർദ്ദേശം. കോഴിക്കോട് കോർപ്പറേഷനിൽ റിപ്പോർട്ട് ചെയ്ത ഷിഗല്ല രോഗം ജലത്തിലൂടെ പകർന്നതെന്ന് പ്രാഥമിക നിഗമനം. രോഗം നിയന്ത്രണ വിധേയമെന്ന് അധികൃതർ. സംസ്ഥാനത്ത് കോവിഡ് ബാധിതരുടെ എണ്ണം 7 ലക്ഷം കടന്നു. നിലവിൽ ചികിത്സയിലുള്ളത് 60,000-ലധികം പേർ. രാജ്യത്ത് കോവിഡ് ബാധിച്ചത് 1 കോടിയിലധികം പേർക്ക്. രോഗമുക്തി നിരക്കിൽ രാജ്യം മുന്നിലെന്ന് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം. ISL ഫുട്ബോളിൽ ഇന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് ഈസ്റ്റ് ബംഗാളിനെയും ഹൈദരാബാദ് മുംബൈ സിറ്റിയെയും നേരിടും. വാർത്തകൾ വിശദമായി. കേരളത്തിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളുടെ സത്യപ്രതിജ്ഞ നാളെ നടക്കും. സത്യപ്രതിജ്ഞാ ചടങ്ങ് കോവിഡ് മാനദണ്ഡം പാലിച്ച് നടത്തണമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർദ്ദേശിച്ചു. കൂടുതൽ വിവരങ്ങളുമായി സുവർണ. സത്യപ്രതിജ്ഞയ്ക്കായി യോഗം ചേരുമ്പോൾ മാസ്കും സാനിറ്റൈസറും ഉപയോഗിക്കുകയും സാമൂഹ്യ അകലം പാലിക്കുകയും വേണം. ഏതെങ്കിലും അംഗം കോവിഡ് പോസിറ്റീവ് ആവുകയോ ക്വാറന്റൈനിൽ പ്രവേശിക്കുകയോ ചെയ്താൽ ആ വിവരം ബന്ധപ്പെട്ട വരണാധികാരിയെ മുൻകൂട്ടി അറിയിക്കണം. ഇത്തരത്തിലുള്ള അംഗങ്ങൾ PPE കിറ്റ് ധരിച്ച് കോവിഡ് നിയന്ത്രണങ്ങൾ പാലിച്ച് നേരിട്ട് ഹാജരായി സത്യപ്രതിജ്ഞ ചെയ്യണം. മറ്റെല്ലാ അംഗങ്ങളും സത്യപ്രതിജ്ഞ ചെയ്ത ശേഷമാണ് ഇവർക്ക് അവസരം. അംഗങ്ങൾക്ക് PPE കിറ്റ് ലഭ്യമാക്കുന്നതിനുള്ള നടപടി ജില്ലാ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരാണ് സ്വീകരിക്കേണ്ടത്. ഗ്രാമ, ബ്ലോക്ക്, ജില്ലാ പഞ്ചായത്തുകളിലും മുനിസിപ്പൽ കൌൺസിലുകളിലും രാവിലെ 10-നാണ് സത്യപ്രതിജ്ഞാ ചടങ്ങ്. അതാത് സ്ഥാപനങ്ങളിലെ വരണാധികാരികൾക്കാണ് ചുമതല. കോർപ്പറേഷനുകളിൽ രാവിലെ 11:30 ആരംഭിക്കുന്ന ചടങ്ങുകൾക്ക് ജില്ലാ കളക്ടർ നേതൃത്വം നൽകും. ന്യൂസ് ഡെസ്ക് ആകാശവാണി. കോഴിക്കോട് കോർപ്പറേഷനിൽ മുണ്ടിക്കൽ താഴത്ത് റിപ്പോർട്ട് ചെയ്ത ഷിഗല്ല രോഗബാധയുടെ ഉറവിടം സംബന്ധിച്ച് മെഡിക്കൽ കോളേജ് കമ്മ്യൂണിറ്റി മെഡിസിൻ വിഭാഗം പരിശോധന നടത്തി. ജലത്തിലൂടെയാകാം രോഗം പകർന്നതെന്നാണ് പ്രാഥമിക നിഗമനം. രോഗം നിയന്ത്രണ വിധേയമാണെന്നും വ്യക്തിശുചിത്വം പാലിക്കുകയാണ് പ്രധാന പ്രതിരോധ മാർഗ്ഗമെന്നും അധികൃതർ പറഞ്ഞു. കണ്ണൂർ ആറളം മങ്ങോട് ഓടക്കരി മലയിൽ വൻ തീപിടുത്തം. 10 ഏക്കറോളം വരുന്ന കൃഷിയിടം കത്തിനശിച്ചു. റബ്ബറും കശുമാവും ഉൾപ്പെടുന്ന തോട്ടമാണ് കത്തിയത്. ഇരിട്ടിയിൽ നിന്നെത്തിയ അഗ്നിരക്ഷാസേനയും നാട്ടുകാരും 3 മണിക്കൂറിലധികം ശ്രമിച്ചാണ് തീ നിയന്ത്രണ വിധേയമാക്കിയത്. നാട്ടുകാരുടെ സഹായത്തോടെ അഗ്നിരക്ഷാസേന 4 കിലോമീറ്ററിലേറെ നടന്ന് കുന്നുകയറി സ്ഥലത്തെത്തിയാണ് തീ അണച്ചത്. കൊച്ചിയിലെ ഷോപ്പിംഗ് മാളിൽ യുവനടിയെ അപമാനിച്ച പ്രതികളെ തിരിച്ചറിഞ്ഞു. നടിയോട് മാപ്പ് പറയാൻ തയ്യാറാണെന്നും നിയമോപദേശം കിട്ടിയതുകൊണ്ടാണ് ഒളിവിൽ പോയതെന്നും മലപ്പുറം പെരിന്തൽമണ്ണ സ്വദേശികളായ പ്രതികൾ പറഞ്ഞു. നടിയോടും കുടുംബത്തോടും ക്ഷമ ചോദിക്കുന്നുവെന്നും പ്രതികൾ പറഞ്ഞു. വ്യാഴാഴ്ച വൈകിട്ടാണ് കേസിനാസ്പദമായ സംഭവം. കുടുംബത്തോടൊപ്പം കൊച്ചിയിലെ മാളിൽ എത്തിയ തന്നെ 2 ചെറുപ്പക്കാർ അപമാനിച്ചതായി നടി സാമൂഹിക മാധ്യമത്തിലൂടെയാണ് വെളിപ്പെടുത്തിയത്. ഇത് ശ്രദ്ധയിൽപ്പെട്ട കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ വിജയ് സാഖറെ അന്വേഷണം നടത്താൻ കളമശ്ശേരി പോലീസിന് നിർദ്ദേശം നൽകുകയായിരുന്നു. ഉദ്ഘാടനത്തിന് സജ്ജമായി ആലപ്പുഴ ബൈപ്പാസ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനുവരിയിൽ ബൈപ്പാസ് ഉദ്ഘാടനം നിർവഹിക്കും. വിശദാംശങ്ങളുമായി ആകാശവാണി ആലപ്പുഴ ജില്ലാ പ്രതിനിധി R. രവികുമാർ. ആലപ്പുഴക്കാരുടെ 4.5 പതിറ്റാണ്ടത്തെ സ്വപ്നം ഈ പുതുവർഷത്തിൽ സഫലമാവുകയാണ്. കളർകോട് മുതൽ കൊമ്മാടി വരെയുള്ള ബൈപ്പാസ് 6.5 കിലോമീറ്റർ ദൂരം, ഏകദേശം 3 കിലോമീറ്ററിലധികം എലിവേറ്റഡ് ഹൈവേ. കഴിഞ്ഞ ദിവസം മന്ത്രി ജി സുധാകരൻ തന്റെ ഔദ്യോഗിക വാഹനത്തിൽ പ്രഥമ സഞ്ചാരം നടത്തി ബൈപ്പാസിന്റെ പരിശോധന പൂർത്തിയാക്കി. ആലപ്പുഴ ബൈപ്പാസിന്റെ ഉദ്ഘാടനത്തിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്തുമെന്ന് മന്ത്രി ജി സുധാകരൻ അറിയിച്ചിട്ടുണ്ട്. സുരക്ഷിത യാത്ര നടത്താൻ സേഫ്റ്റി ഓഡിറ്റിംഗും നടത്തുവാൻ തീരുമാനിച്ചിട്ടുണ്ട്. 2015 കണക്ക് പ്രകാരം ഏതാണ്ട് 348 കോടി രൂപയാണ് ആലപ്പുഴ ബൈപ്പാസിന്റെ നിർമ്മാണ ചെലവ്. കണ്ണൂർ രാജ്യാന്തര വിമാനത്താവളത്തിൽ ഇറങ്ങിയ യാത്രക്കാരിൽ നിന്ന് 40 ലക്ഷത്തിലധികം രൂപയുടെ സ്വർണം കസ്റ്റംസ് പിടികൂടി. കാസർഗോഡ് സ്വദേശികളായ 3 പേരിൽ നിന്നാണ് 797 ഗ്രാം സ്വർണം പിടിച്ചത്. ചന്ദ്രഗിരി സ്വദേശി സൈദു ചമ്പരിക്കയിൽ നിന്ന് 116 ഗ്രാം സ്വർണവും ഇബ്രാഹിം ബാദുഷ എന്ന ആളിൽ നിന്ന് 321 ഗ്രാം സ്വർണവും അബ്ദുൾ ബാസിത്തിൽ നിന്ന് 360 ഗ്രാം സ്വർണവുമാണ് പിടികൂടിയത്. കോഴിക്കോട് അത്തോളി ഗ്രാമപഞ്ചായത്ത് 1-ാം വാർഡ് സ്വാഭിമാന സംഗമം ഇന്ന് വൈകിട്ട് നടക്കും. വിദേശകാര്യ സഹമന്ത്രി വി മുരളീധരൻ, BJP സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ തുടങ്ങിയവർ പങ്കെടുക്കും.
തദ്ദേശ തെരഞ്ഞെടുപ്പിൽ എൻഡിഎയ്ക്ക് നേട്ടമുണ്ടാക്കാൻ സാധിച്ചതായി ബിജെപി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ മാധ്യമങ്ങളോട് പറഞ്ഞു. സീറ്റിന്റെ എണ്ണത്തിലും വോട്ടിന്റെ എണ്ണത്തിലും എൻഡിഎയ്ക്ക് വർദ്ധനവുണ്ട്. തദ്ദേശ സ്ഥാപനങ്ങളിൽ ഭരണത്തിൽ നിന്നും മാറ്റി നിർത്താൻ ഇരു മുന്നണികളും സഖ്യമുണ്ടാക്കാൻ ശ്രമം നടത്തുന്നതായും ഇതിനെതിരെ ശക്തമായ പ്രചാരണം നടത്തുമെന്നും അദ്ദേഹം പറഞ്ഞു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. കൊറോണ ആശങ്കയല്ല, ജാഗ്രതയാണ് വേണ്ടത്. കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം പുറപ്പെടുവിക്കുന്ന നിർദ്ദേശങ്ങൾ. ജനങ്ങൾ കൂട്ടം കൂടുന്നത് ഒഴിവാക്കുക. ഇടയ്ക്കിടെ കൈകൾ സോപ്പും വെള്ളവും ഉപയോഗിച്ചോ സാനിറ്റൈസർ ഉപയോഗിച്ചോ വൃത്തിയാക്കുക. നിർബന്ധമായും മാസ്ക് ധരിക്കുക. പനിയോ ചുമയോ ശ്വാസതടസ്സമോ തുടരുന്ന സാഹചര്യത്തിൽ വൈദ്യസഹായം തേടുക. കൊറോണയെ സംബന്ധിച്ച വിവരങ്ങൾക്ക് ആരോഗ്യ മന്ത്രാലയത്തിന്റെ 1075ലും ദിശയുടെ 1056ലും ബന്ധപ്പെടാം. സംസ്ഥാനത്ത് കോവിഡ് ബാധിതരുടെ എണ്ണം 7 ലക്ഷം കടന്നു. നിലവിൽ 60,000-ത്തിലധികം പേരാണ് ചികിത്സയിലുള്ളത്. 10.49% ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക്. അതേസമയം കോവിഡ് വ്യാപനത്തിൽ അടുത്ത 2 ആഴ്ച നിർണായകമാണെന്നും ജനങ്ങൾ സ്വയം ലോക്ഡൌൺ പാലിക്കണമെന്നും ആരോഗ്യമന്ത്രി കെ ശൈലജ പറഞ്ഞു. പ്രതിരോധ മരുന്ന് എത്തും വരെ ജാഗ്രത തുടരണമെന്നും മന്ത്രി നിർദ്ദേശിച്ചു. രാജ്യത്ത് കോവിഡ് ബാധിതരുടെ എണ്ണം 1 കോടി കടന്നു. ഇതോടെ ഏറ്റവും കൂടുതൽ രോഗബാധിതരുള്ള രണ്ടാമത്തെ രാജ്യമായി ഇന്ത്യ മാറി. അതേസമയം രാജ്യത്ത് രോഗമുക്തി നിരക്ക് 95.51% കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. 29,000-ത്തിലധികം പേർ രോഗമുക്തരായി. ഇതോടെ രാജ്യത്താകെ കോവിഡിനെ അതിജീവിച്ചവരുടെ എണ്ണം 95,80,000 കടന്നു. നിലവിൽ 3,05,000-ത്തോളം പേരാണ് ചികിത്സയിലുള്ളത്. കേരളവും മഹാരാഷ്ട്രയുമാണ് രോഗബാധയിൽ മുൻനിരയിലുള്ള സംസ്ഥാനം. ആഗോളതലത്തിൽ കോവിഡ് ബാധിച്ചവരുടെ എണ്ണം 7,66,00,000 കടന്നു. 5,37,00,000-ത്തിലധികം പേർ രോഗമുക്തരായി. 2,11,00,000-ലേറെ പേർ നിലവിൽ ചികിത്സയിലുണ്ട്. ഏറ്റവും അധികം രോഗബാധിതരുള്ള അമേരിക്കയിൽ 72 ലക്ഷത്തിലധികം രോഗികളാണ് നിലവിൽ ചികിത്സയിലുള്ളത്. ഇടുക്കി ഹൈറേഞ്ചിലെ പല മേഖലകളിൽ നിന്നും നെൽകൃഷി പാടെ പടിയിറങ്ങിയെങ്കിലും വർഷാവർഷം മുടങ്ങാതെ പാടത്ത് വിത്തെറിയുന്ന ഒരു പറ്റം കർഷകർ കോരങ്ങാട്ടി ആദിവാസി ഗ്രാമത്തിലുണ്ട്. വിശദാംശങ്ങളുമായി ആകാശവാണി ഇടുക്കി പ്രതിനിധി ആന്റണി മുനിയറ. അടിമാലിയുടെ നെല്ലറയായി അറിയപ്പെട്ടിരുന്ന കൊരങ്ങാട്ടി പാടശേഖരത്ത് വീണ്ടും കൊയ്ത്തുപാട്ട് ഉയർന്നു. വർഷങ്ങളായി തരിശായി കിടന്നിരുന്ന ആദിവാസി സങ്കേതമായ കൊരങ്ങാട്ടിയിൽ 27 ഏക്കർ പാടമാണ് കഴിഞ്ഞ 6 മാസം മുൻപ് നെൽകൃഷിക്ക് അനുയോജ്യമാക്കി മാറ്റിയത്. കാട്ടുപന്നികളുടെയും മറ്റു വന്യമൃഗങ്ങളുടെയും ശല്യം രൂക്ഷമായതിനാൽ ഷെഡ് നിർമ്മിച്ച് രാത്രികാലങ്ങളിൽ കർഷകർ കാവലിരുന്നാണ് കൃഷി സംരക്ഷിച്ചത്. കൃഷിവകുപ്പ്, ഹരിതകേരള മിഷൻ, UNDP, മൈനർ ഇറിഗേഷൻ എന്നിവയുടെ സഹകരണത്തോടെയാണ് കൃഷി നടത്തിയത്. മലബാർ, ഇത്തിക്കണ്ടപ്പൻ, നാടൻ കുറുവ, രക്തശാലി, തവളക്കണ്ണൻ, വെള്ളപ്പെരുവാഴ എന്നീ ഇനങ്ങളാണ് കൊരങ്ങാട്ടി പാടശേഖരത്തിൽ കൃഷി ഇറക്കിയത്. കൊരങ്ങാട്ടിയിലെ കൊയ്ത്തുത്സവം ജില്ലാ പ്രിൻസിപ്പൽ കൃഷി ഓഫീസർ VT സുലോചന ഉദ്ഘാടനം ചെയ്തു. ISL ഫുട്ബോളിൽ ഇന്ന് 2 മത്സരങ്ങൾ. സീസണിലെ ആദ്യ ജയം തേടി കേരള ബ്ലാസ്റ്റേഴ്സ് ഈസ്റ്റ് ബംഗാളും തമ്മിൽ ഏറ്റുമുട്ടും. രാത്രി 7:30-നാണ് മത്സരം. വൈകിട്ട് 5-ന് തുടങ്ങുന്ന 1-ാം മത്സരത്തിൽ ഹൈദരാബാദ് മുംബൈയെ നേരിടും. ഇന്നലെ നടന്ന മത്സരത്തിൽ ചെന്നൈയിൻ FC ഗോവയെ പരാജയപ്പെടുത്തിയിരുന്നു. തലശ്ശേരി അതിരൂപതയുടെ അധ്യക്ഷൻ മാർ ജോർജ് ഞരളക്കാട്ട് പൌരോഹിത്യ സുവർണ ജൂബിലി ആഘോഷങ്ങൾക്ക് തുടക്കമായി. രാവിലെ തലശ്ശേരി സെന്റ് ജോസഫ്സ് കത്തീഡ്രലിൽ ജൂബിലി ദീപം തെളിയിച്ചു. 1971 ഡിസംബർ 20-നാണ് മാർ ജോർജ് ഞരളക്കാട്ട് മാർ സെബാസ്റ്റ്യൻ വള്ളോപ്പിള്ളിയിൽ നിന്ന് പൌരോഹിത്യം സ്വീകരിച്ചത്. ഗോവയിൽ നടക്കുന്ന 51ാമത് രാജ്യാന്തര ചലച്ചിത്രമേളയിലെ ഇന്ത്യൻ പനോരമ വിഭാഗത്തിന്റെ 5 മലയാള സിനിമകൾ തിരഞ്ഞെടുക്കപ്പെട്ടു. മലയാളത്തിൽ നിന്നും സേഫ്, ട്രാൻസ്, കെട്ട്യോളാണ് എന്റെ മാലാഖ, താഹിറ എന്നിവ ഫീച്ചർ വിഭാഗത്തിലും കപ്പേള മുഖ്യധാരാ വിഭാഗത്തിലും ഒരു പാതിരാ സ്വപ്നം പോലെ നോൺ ഫീച്ചർ വിഭാഗത്തിലും ഇടം പിടിച്ചിട്ടുണ്ട്. കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ സംക്ഷിപ്ത വോട്ടർ പട്ടിക പുതുക്കൽ നടപടികളുടെ ഭാഗമായി നവംബർ 16-ന് പ്രസിദ്ധീകരിച്ച കരട് വോട്ടർ പട്ടികയുമായി ബന്ധപ്പെട്ട അപേക്ഷയും പരാതിയും ഈ മാസം 31 വരെ സമർപ്പിക്കാം. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളുടെ സത്യപ്രതിജ്ഞ നാളെ നടക്കും. ചടങ്ങ് കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ചാകണമെന്ന് നിർദ്ദേശം. കോഴിക്കോട് കോർപ്പറേഷനിൽ റിപ്പോർട്ട് ചെയ്ത ഷിഗല്ല രോഗം ജലത്തിലൂടെ പകർന്നതെന്ന് പ്രാഥമിക നിഗമനം. രോഗം നിയന്ത്രണ വിധേയമെന്ന് അധികൃതർ. സംസ്ഥാനത്ത് കോവിഡ് ബാധിതരുടെ എണ്ണം 7 ലക്ഷം കടന്നു. നിലവിൽ ചികിത്സയിലുള്ളത് 60,000-ത്തിലധികം പേർ. രാജ്യത്ത് കോവിഡ് ബാധിച്ചത് 1 കോടിയിലധികം പേർക്ക്. രോഗമുക്തി നിരക്കിൽ രാജ്യം മുന്നിലെന്ന് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം. ISL ഫുട്ബോളിൽ ഇന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് ഈസ്റ്റ് ബംഗാളിനെയും ഹൈദരാബാദ് മുംബൈ സിറ്റിയെയും നേരിടും.
പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. കൂടുതൽ വാർത്തകൾക്കായി @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന ഫേസ്ബുക്ക് പേജും @AR_news_TVM എന്ന ട്വിറ്റർ ഹാൻഡിലും സന്ദർശിക്കാം. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50-ന്.